ഷാൻ ചേച്ചിയാണേ. ഇന്നത്തെ ഇതളുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കാട്ടിൽ കരിങ്കുറ്റി, വീട്ടിൽ കണക്കപ്പിള്ള. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതളുകൾ തീരുന്നതിന് മുമ്പ് ഷാൻ ചേച്ചി പറഞ്ഞുതരാട്ടോ. അപ്പൊ ഇന്നത്തെ ഇതളുകളിൽ നമ്മുടെ കൂടെ ആരാ വന്നിട്ടുള്ളതെന്നൊന്ന് കേട്ടു നോക്കാം. ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ അടിമാലി വിശുദീപ്തി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇന്നത്തെ ഇതളുകളിൽ ഞങ്ങളുടെ കഥകളും കവിതകളും ലളിതഗാനവുമൊക്കെ കേൾക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇവരുടെ ഒരു ലളിതഗാനം കേൾക്കാം. അൽഡ സൂസൻ സിജു ആണ് കേട്ടോ പാടണേ. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പെണ്ണിന് മഞ്ചലിലാട്ടി കഥ പറയൂ. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പെണ്ണിന് മഞ്ചലിലാട്ടി കഥ പറയൂ. കഥ പറയാൻ വന്ന കിളിമകൾ സീത തൻ നാഥന്റെ നാമം ജപിച്ചു നിന്നു. കഥ പറയാൻ വന്ന കിളിമകൾ സീത തൻ നാഥന്റെ നാമം ജപിച്ചു നിന്നു. ജപസ്വരം കേട്ടപ്പോൾ കൽശിലയോരോന്നായി, ജപസ്വരം കേട്ടപ്പോൾ കൽശിലയോരോന്നായി ശാപമോക്ഷത്തിൻ കഥ പറഞ്ഞു. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പെണ്ണിന് മഞ്ചലിലാട്ടി കഥ പറയൂ. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ, പഞ്ചവടിയിലെ സീത പെണ്ണിന് മഞ്ചലിലാട്ടി കഥ പറയൂ. മഞ്ചലിലാട്ടി കഥ പറയൂ. അന്ന ഇസ ഷാജി എഴുതി അവതരിപ്പിക്കണ ഒരു സൂപ്പർ കഥയാണ് അടുത്തത് കേട്ടോ. കഥ. കൂട്ടുകാരി. അറ്റമേതെന്നറിയാതെ ലോകത്തെ പൊതിഞ്ഞ് നീലിച്ചു കിടക്കുന്ന സുന്ദരിയായിരുന്നു അവളുടെ കൂട്ടുകാരി. എന്തു ചോദിച്ചാലും തരും. മനസ്സറിഞ്ഞ് വിളിച്ചാൽ അവൾ ചെവികോർത്ത് ശ്രദ്ധിക്കും. വിഷമങ്ങളിൽ നമ്മളറിയാതെ വന്ന് സമാധാനിപ്പിക്കും. അവളുടെ മാത്രമല്ല, ആ സുന്ദരിയെ ആശ്രയിച്ചു കഴിഞ്ഞ എല്ലാവരുടെയും കൂട്ടുകാരിയായിരുന്നവൾ. അവർ സന്തോഷത്തോടെയും ദുഃഖത്തോടെയും ഇരിക്കുമ്പോൾ അവൾ അവർക്കായി പുതിയ പദ്ധതികൾ ഒരുക്കി വെച്ചു. താങ്ങായും തണലായും ഒരു നല്ല കൂട്ടുകാരിയായും എല്ലാത്തിനുമുപരി ആ പ്രദേശവാസികൾ സ്വന്തം അമ്മയായി അവൾ സ്വന്തം മക്കളെപ്പോലെ അവരെ സ്നേഹിച്ചു. അവരുടെ സ്വന്തം കടലമ്മയായി. കടൽ തീരത്ത് താമസിച്ചുകൊണ്ടിരുന്ന മുക്കുവനായ ഒരു സാധാരണക്കാരൻ നസ്രാണിയുടെ മകളായിരുന്നവൾ. അവളുടെ മാതാപിതാക്കൾ അവൾക്ക് ചിപ്പി എന്ന് പേരിട്ടു. ജനിച്ചപ്പോൾ തൊട്ട് ചിപ്പിക്ക് തന്നെ മുഖത്തിൻ്റെ ഇടതുഭാഗത്ത് ഒരു മറുകുണ്ടായിരുന്നു. അവൾ വളരും തോറും ആ മറുകും വലുതായിക്കൊണ്ടിരുന്നു. ആദ്യമൊക്കെ താൻ എവിടെ പോയാലും കരയിലെ ആൾക്കാർ തൻ്റെ മറുകിനെ ശ്രദ്ധിക്കുമായിരുന്നു. അവൾക്കതെന്തോ ഒരു കുറവ് പോലെയായിരുന്നു. അതുകൊണ്ട് അവൾ ആരോടും മിണ്ടാറുണ്ടായിരുന്നില്ല. രാവിലെ ആയാൽ പുസ്തകങ്ങളെടുത്ത് പള്ളിക്കൂടത്തിലേക്ക് പോകും. വൈകുന്നേരം വന്നാൽ ഉമ്മറത്തിരുന്ന് തിരകളെണ്ണും. എന്നാൽ ചിപ്പിയുടെ ഈ സ്വഭാവത്തെ ഓർത്ത് ചിപ്പിയുടെ അപ്പനേറെ ദുഃഖിതനായിരുന്നു. ചിപ്പിക്ക് അമ്മയുണ്ടായിരുന്നില്ല.
അതുകൊണ്ട് വലുതാകുമ്പോൾ എല്ലാം ശരിയാകുമെന്നോർത്ത് അവളുടെ അപ്പൻ സ്വയം ആശ്വസിച്ചു. അന്ന് അവളുടെ 9ാം പിറന്നാളായിരുന്നു. തലേ ദിവസം രാത്രി തന്നെ അപ്പൻ കടലിലേക്ക് പോയി. പുലരിയായി. എന്തോ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റതുപോലെ ഒരു പ്രയാസത്തോടു കൂടി അവൾ എഴുന്നേറ്റു. കാര്യമൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ സാധാരണ ഭാവത്തോടു കൂടി അവൾ കണ്ണുകൾ തിരുമ്മി നേരെ എണീറ്റ് ജനാല തുറന്നു. ജനാല തുറന്നതും നല്ല കുളിർത്ത കടൽക്കാറ്റ് എന്തോ ധൃതിയിൽ നിന്നതുപോലെ ഒറ്റ വീശൽ. സുപ്രഭാതം. സമുദ്രത്തിൽ മയത്തിൽ തിരകളടിക്കുന്നു. ചെന്നിണം തൂകി സൂര്യൻ കടലിൽ നിന്നും ഉദിച്ചു വരുന്നു. കുറച്ചു നേരം അത് നോക്കി നിന്ന ചിപ്പി നേരെ അടുക്കളയിലേക്ക് പോയി തൻ്റെ അപ്പൻ പഠിപ്പിച്ചതുപോലെ തനിക്കും അപ്പനും ചായ ഇടാൻ തുടങ്ങി. അങ്ങനെ നിന്നപ്പോൾ ദേ തൻ്റെ കള്ളിപ്പൂച്ച എവിടുന്നോ ഒരു കുഞ്ഞു കുറുവേനയും കടിച്ചു പിടിച്ചുകൊണ്ട് ഓടി വരുന്നു. തൻ്റെ കള്ളിപ്പൂച്ചയോട് സുകാര്യം ചോദിക്കാനായി പോയതും ചായയ്ക്കായി അടുപ്പിൽ വെച്ച് വെള്ളം തിളച്ചു. ചിപ്പി പൊടിയിട്ട് ചായ ഇറക്കി. ഒരു ഗ്ലാസ് തപ്പാൻ നേരെ തിരിഞ്ഞതും ദേ അപ്പൻ. അപ്പനെ കണ്ട ചിപ്പിയുടെ മുഖം വളരെയധികം തിളങ്ങി. സ്വല്പം സന്തോഷം കൂടുതലായിരുന്നു. കാരണം അപ്പൻ്റെ കയ്യിൽ ചിപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കടലിൽ നിന്നും പിടിച്ച നല്ലൊരു ചൂരമീനുണ്ടായിരുന്നു. അവരത് കറി വെച്ച് ഊണ് കഴിച്ചു. സമയം സന്ധ്യയായി. രാത്രിയാവാൻ ആരവമിടുന്നത് പോലെ ചീവീടുകൾ മൂളുന്നു. രാത്രി പതിയെ വരുന്നു. ചിപ്പിയുടെ അപ്പൻ ഉമ്മർത്ത് കാലം നീട്ടി കടലിൻ്റെ ഏതോ ഒരറ്റത്തേക്ക് നോക്കിയിരിക്കുന്നു. കടൽ പ്രദേശമായതുകൊണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട്. സമുദ്രത്തിൽ വേഗത്തിൽ തിരകളടിക്കുന്നു. ഏകാന്തമായി ഇരിക്കുന്ന അപ്പൻ്റെ കൂടെ ചിപ്പിയും പോയിരിക്കുന്നു. എല്ലാം കടലമ്മയുടെ ഒരു അനുഗ്രഹമാണ്. എന്തോ മനസ്സിലെ ചിന്തകൾ വാക്കുകളായി വന്നതുപോലെ അപ്പൻ സ്വയം പറഞ്ഞു. കടലമ്മ എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിലും കടലമ്മ ആരാണെന്ന് ചിപ്പിക്ക് അറിയില്ലായിരുന്നു. അറിയാനുള്ള ആഗ്രഹത്തോടെ ചിപ്പി അപ്പനോട് ചോദിച്ചു, ആരാ അപ്പ കടലമ്മ? അപ്പൻ ഒരു ചെറു പുഞ്ചിരിയോടെ ചിപ്പിയെ ചേർത്ത് പിടിച്ച് കടലിൻ്റെ സ്വന്തം കടലമ്മയെക്കുറിച്ച് പറഞ്ഞു. കടലമ്മ കടൽക്കരയിൽ വസിക്കുന്നവരുടെ ആശ്രയമാണെന്നും കടലമ്മയെ ഓർത്ത് കടലിൽ പോകുന്നവർക്ക് എത്ര വെള്ളം നിറയെ വേണമെങ്കിലും മീൻ തരുമെന്നും പറഞ്ഞു. കടലിനെ ചതിച്ചില്ലെങ്കിൽ കടലും ചതിക്കില്ല എന്നും, എന്നാൽ സ്നേഹിച്ചാൽ എന്തും നടത്തി തരുമെന്നും അപ്പൻ പറഞ്ഞു. ദീർഘമായ ശ്രദ്ധയോടുകൂടി ചിപ്പി കടലിനെ നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കി. അടുത്ത ദിവസമായി. വളരെ ആകാംക്ഷയോടുകൂടി ചിപ്പി തിരകളടിച്ചുകൊണ്ടിരുന്ന കടലിനോട് കടലമ്മയോട് എന്ന രീതിയിൽ തൻ്റെ വിഷമങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചിപ്പി ആരോടും മിണ്ടില്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ പരിഭവം എന്ന രീതിയിൽ പറഞ്ഞു. ഒരു 9ാം വയസ്സുകാരിയുടെ വിലാപങ്ങൾ. എന്തെന്നറിയില്ല, ശക്തിയിൽ തിരകൾ അടിച്ചുകൊണ്ടിരുന്ന കടൽ ചിപ്പിയുടെ വാക്കുകൾക്ക് കാതോർക്കുന്നു എന്ന രീതിയിൽ തിരകൾ വളരെ മയത്തിലടിക്കുന്നു. തൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കിയ കടൽ അവളെ ഒരു മണിത്തനലേക്ക് ആശ്വസിപ്പിച്ചു. അന്നു തൊട്ട് കടലിൻ്റെ കടലമ്മ തൻ്റെ ഉറ്റ കൂട്ടുകാരിയായി. വർഷങ്ങൾ കഴിഞ്ഞു. പള്ളിക്കൂടം വിട്ടാൽ ഓടി കടലിൻ്റെ ആരുമില്ലാത്ത തീരത്ത് വന്ന് തൻ്റെ കൂട്ടുകാരിയോട് സംസാരിക്കും. തൻ്റെ അന്നത്തെ ദിവസത്തെക്കുറിച്ചും നടന്ന സംഭവങ്ങളെക്കുറിച്ചും എല്ലാം പങ്കുവയ്ക്കും. തിരിച്ചു മറുപടി എന്ന രീതിയിൽ തിരയായും തെന്നലായും എല്ലാം കടലമ്മ തിരിച്ചു പറയും. എന്തിനേറെ സ്വന്തം മുഖത്ത് വളർന്നു വന്നുകൊണ്ടിരുന്ന മറുകിനെ പോലും ചിപ്പി മറന്നു. അവരത്രയ്ക്ക് മുറ്റ കൂട്ടുകാരായി. എല്ലാ നാളുകളെയും പോലെ ഒരു സുപ്രഭാതമായിരുന്നു അന്ന് എല്ലാവർക്കും. പക്ഷേ ആ കരയിലെ എല്ലാവർക്കും അതൊരു ദുഃഖദിനമായിരുന്നു. കാരണം രാത്രിയിൽ കടലിലേക്ക് പോയ ഒറ്റ വെള്ളത്തിൽ മീനുണ്ടായിരുന്നില്ല. ഇത് തുടർച്ചയായും അടുത്ത 2 നാളുകളിലും സംഭവിച്ചു. ആരുടെയും വലയിൽ മീൻ കുടുങ്ങുന്നില്ല. കരയിലുള്ള എല്ലാവർക്കും വളരെ ദുഃഖമായി. ചിപ്പിയുടെ അപ്പനും വളരെ സങ്കടമായി. കരയിലെ വാസികളെ ഇതെല്ലാം വളരെയധികം തളർത്തി. ഇനിയും ഇത് തുടർന്നാൽ കര മൊത്തം പട്ടിണിയിലാകുമെന്നും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അവർ മനസ്സിലാക്കി. അതുകൊണ്ട് ചിപ്പിയുടെ അപ്പനും കൂട്ടരും ഒരു തീരുമാനമെടുത്തു. അവരിന് വള്ളം നിറയെ മീൻ കിട്ടിയിട്ടേ തിരിച്ചു വരുമെന്ന്. മനസ്സിൽ ഉറച്ച ലക്ഷ്യത്തോടെ തോണിയിൽ കയറി കടലമ്മയെ മനസ്സിൽ ധ്യാനിച്ച് അവർ അന്ന് രാത്രി കടലിലേക്ക് ഇറങ്ങി. ഇതേ സമയം ചിപ്പി കടലമ്മയോടുള്ള വലിയൊരു ചർച്ചയിലായിരുന്നു. കരയിലെ മക്കളുടെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞുള്ള വലിയൊരു ചർച്ച. കരയിലെ ആൾക്കാരുടെ പട്ടിണിയെയും സങ്കടത്തിനെയും കുറിച്ചും എല്ലാം ചിപ്പി കടലമ്മയോട് പറഞ്ഞു. കടലമ്മ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. എന്നത്തെയും പോലെ ചിപ്പിയുടെ ചോദ്യങ്ങൾക്ക് കടലമ്മ അന്ന് മറുപടി കൊടുത്തില്ല. വലിയ വിഷമത്തോടെ ചിപ്പി വീട്ടിലേക്ക് മടങ്ങി. അന്ന് അതിരാവിലെ കടൽ തീരത്തു നിന്നുള്ള ശബ്ദം കേട്ടാണ് ചിപ്പി ഞെട്ടി എഴുന്നേറ്റത്. അവൾ ഓടി തീരത്തേക്ക് പോയി. കടൽ തീരത്ത് നിന്ന് നോക്കിയപ്പോൾ ചിപ്പിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ചിപ്പിയുടെ മാത്രമല്ല, കരയിലെ എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് തുടിച്ചു. കാരണം അന്ന് കടലിൽ പോയ തൻ്റെ മക്കളുടെ സങ്കടം കണ്ട കടലമ്മ അവർക്ക് വള്ളം നിറയെ മീൻ നൽകി, അതും ചാകര. സന്തോഷം കൊണ്ട് അവരുടെ മുഖം വിടർന്നു. ചിപ്പി അപ്പനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവർ സന്തോഷം കൊണ്ട് ആ നിമിഷങ്ങൾ ആഘോഷിച്ചു. അതിൽ പിന്നെ ആ കരയിൽ മീനില്ലാതെ ഒരു വള്ളവും തിരിച്ചു വന്നിട്ടില്ല. തൻ്റെ മക്കളുടെ ബാധ്യതകളും വിഷമങ്ങളും മനസ്സിലാക്കിയ എന്നാൽ ഒരു നല്ല അമ്മയായി കടലമ്മ അവർക്ക് സൗഭാഗ്യങ്ങൾ ഏറെ കൊടുത്തു. ചിപ്പിയും കടലമ്മയും അതേ സ്നേഹത്തോടെ തന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം പങ്കുവച്ച് കാലങ്ങളോളം സന്തോഷത്തോടെ കഴിഞ്ഞു. കീർത്തന അജീഷ് ചൊല്ലണ ഒരു കവിത കേട്ടാലോ? ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ബുദ്ധനും ഞാനും നരിയും എന്ന കവിതയാണ്. അരിയില്ല
തിരിയില്ല ദുരിതമാണിന്നാലും നരി തിന്നാൽ നന്നു മനുഷ്യന്മാരെ. ഒരു കാട്ടുപാതയിൽ അരമൈൽ നടന്നാൽ അക്കരയായി നമ്മുടെ ചെറ്റമാടം. കരയുന്നുമുണ്ടാവാം പൊരിയുന്നുമുണ്ടാവാം ദുരിതമേ നാലഞ്ചു മക്കളിപ്പോൾ. വലയും കുടുംബിനി തലതല്ലിക്കൊണ്ടിൻ്റെ വരവും പ്രതീക്ഷിച്ചിരിപ്പുമുണ്ടാം. ചുമലിലൊരിത്തിരി റേഷനരിക്കിഴി ചുടുചിന്താഭാരങ്ങൾ നെഞ്ചരയിൽ. പെരുവഴിങ്കലൂടെങ്കിലോ ദുർഘടമിരുകാതം പോകണം ലക്ഷ്യമെത്താൻ. കഴൽ നീങ്ങിക്കാട്ടിലെ കന്തിയാണമ്പിളിക്കലയുണ്ടേ മാനത്തിൽ ദംഷ്ട്രം പോലെ. ഉരസിപ്പോം കുന്നിൻ്റെ ചെരിവുമ കണ്ടക നിരയും മെതിച്ചു നടക്കയായി ഞാൻ. നരി വന്നാൽ വന്നോട്ടെ സുപരീക്ഷിതങ്ങളെൻ ചരണങ്ങൾ. ഞാനൊരു പെണ്ണല്ലല്ലോ. നരി കണ്ടൊരേറെയാൽ നായാട്ടുനായ്ക്കളെ ശരി ഞാനോ വാറണ്ടു ശിപ്പായ്മാരേ. പകുതിയും പിന്നിട്ടു വഴിയിപ്പൊളെത്തി ഞാൻ സുഗതനാം ബുദ്ധൻ തൻ സന്നിധിയിൽ. പഴയൊര പാറക്കൽ പ്രതിമയും കണ്ടപ്പോഴും പരിശുദ്ധി ചുറ്റും പൊഴിച്ചു നിൽപ്പൂ. ഒരു കാലത്തുൽകൃഷ്ടർ ബുദ്ധഭിക്ഷുക്കളിൽ തരുനീല തണലുകളിൽ വാണിരിക്കാം. ഒരു കാലം നിഷ്കൃഷ്ടാഹിംസയെപ്പറ്റിയും കരുണയെപ്പറ്റിയും ചൊല്ലി ചൊല്ലി കരയിച്ചിട്ടുണ്ടാവാം കഠിനാമർഷത്താലേ കരൽ തിന്നാനൂനം വിരോധിമാരേ. തനതു സന്ദേശത്തിൽ സഫലപ്രയോഗത്താൽ അനഘമം പാരിനെ കണ്ടു കണ്ടേ. ചരിതാർത്ഥനായി ധ്യാനനിരതനായി വാഴ്കയാ 20 നൂറ്റാണ്ടായി മുനിവിടെ. ഇര തേടും കൗര്യങ്ങൾ നഖരമുരപ്പതും അറിയാതാം ധ്യാനപരതയോടെ. ഇരുളുന്നു ചുറ്റിലും അറിയാതായി വെവ്വേറെ തളിരും മലരും കരിയിലയും. അറിയാറായൊന്നതാ ചൊകചൊകെ മിന്നുന്ന നരിയുടെ നിർദ്ദയ കൺകൾ മാത്രം. അറിയാറായൊന്നതാ ചൊകചൊകെ മിന്നുന്ന നരിയുടെ നിർദ്ദയ കൺകൾ മാത്രം. അറിയില്ല തിരിയില്ല ദുരിതമാണിന്നാലും നരി തിന്നാൽ നന്നു മനുഷ്യന്മാരെ. അറിയില്ല തിരിയില്ല ദുരിതമാണിന്നാലും നരി തിന്നാൽ നന്നു മനുഷ്യന്മാരെ. ഇനി ഇവരുടെ ഒരു ദേശഭക്തി ഗാനം കൂടി കേൾക്കാം.
ലാലാ Rima mapa mada pani dani sari gari sri san san dili da pada mat pa ma la 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 सारे जहां से अच्छा हिंदुस्ता हमारा हम बुलबुले के इसके ये गुलसिता हमारा सारे जहां से अच्छा हिंदुस्ता हमारा हम बुलबुले के इसकी ये गुलसिता हमारा सारे जहां से अच्छा हिंदुस्ता हमारा पदपोपा 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 सरी सरी सा ला 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 सरी गदपा सरी गदपा सरी गदपा द पद सा पर्वत वो सबसे ऊंचा हम सा ये आसमान का वो सुंदरी हमारा वो बासुबा हमारा वो सुंदरी हमारा ला 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 सारे जहां से अच्छा हिंदुस्ता हमारा पपा द स नी नी दा द नी नी दा द पपा मा पपा द ग म ग री ग री सा सा री री गा ला प द द ला स नी नी ला द नी नी ला द पपा ला मा पा द ग म ग री ग री सा ला 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 सरी ग द पा सरी ग द पा सरी ग द पा द पा द सा गोदी में खेलती है जिसकी असार नदियाँ गुलशन है जिनके दम से रश के जिना हमारा लक्ष्य जिनकी दम से रश के जिना हमारा सारे जहां से अच्छा हिंदुस्ता हमारा पदपंपा 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 सरी सरी सा ला 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 सरी गदपा सरी गदपा सरी गदपा द पद सा मज़हब नहीं सिखाता आपस में बैर रहना हिंदी है हम वतन है हिंदुस्ता हमारा हिंदी है हम वतन है हिंदुस्ता हमारा सारे जहां से अच्छा हिंदुस्ता हमारा हम बुलबुले के इसकी ये गुलसिता हमारा सारे जहां से अच्छा हिंदुस्ता हमारा കൂട്ടുകാരെ, ഞങ്ങളുടെ പരിപാടികൾ ഇന്നത്തോടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച ഇതളുകളിൽ കേൾക്കാം. അപ്പം അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കാട്ടിൽ കരിങ്കുറ്റി വീട്ടിൽ കണക്കപ്പിള്ള. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? നാഴി. അപ്പം ഇന്നത്തെ ഇതളുകളിൽ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പം എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പം ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻ ചേച്ചിനെ എഴുതി അറിയിക്കണം കേട്ടോ. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനയും പേപ്പർ എടുത്തിട്ട് എഴുതിക്കോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഒന്നുകൂടെ പറയണോ? ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം 685613. ഇനിയിപ്പോൾ കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കേട്ടോ. അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട്
ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് വേഗം പോസ്റ്റ് ചെയ്തോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ഷാൻ ചേച്ചി പോവാണ്. വീണ്ടും അടുത്ത ആഴ്ച വരാം. ടാറ്റാ.